നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒട്ടും വൈകാതെ എല്ലാം പരിഹരിക്കും. ഇന്ന് അമ്മയെ കളിയാക്കിയവരുടെ വാക്കുകൾ അവരുടെ നേരെ തന്നെ അമ്പുകളായി വരും. കുട്ടിയുടെ പേര് മാധു. എങ്കിലമ്മ നടന്നോളൂ. മാധവി, ഇതിനു മുമ്പ് ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. എന്തൊരു ഐശ്വര്യ, എന്തൊരു തിളക്കാ മുഖത്ത്. ആ കുട്ടിയോട് സംസാരിച്ചപ്പോ ആ ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിലെ സങ്കടങ്ങളെല്ലാം പോയ പോലെ. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ കുട്ടിക്ക്. എനിക്കും തോന്നി. ഇനിയും കാണാന്നല്ലേ പറഞ്ഞേ? കാണാം. ഈ ആഭരണങ്ങൾ എവിടുന്നാ കിട്ടിയത്? അത് ഒരു പെൺകുട്ടിയുടേതാണ്. ഭയപ്പെടുത്തി വാങ്ങിയതാ. ഈ ആഭരണങ്ങൾ അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. മോഷണം മുതൽ തിരിച്ചു കൊടുത്ത ചരിത്രമില്ല. ചരിത്രം നമുക്ക് തിരുത്താം. ആ പെൺകുട്ടിയുടെ പ്രണയം നേടിയെടുക്കണം. ഭ്രാന്ത് പറയുകയാണോ? വലിയൊരു നേട്ടത്തിന്റെ തുടക്കമാണ്. ഞാൻ പറഞ്ഞതനുസരിക്കില്ലേ? തമ്പുരാട്ടി, പനത്തറ തറവാട്ടിലെ തമ്പിയുടെ കാര്യസ്ഥൻ കോമൻ നായർ വന്നിട്ടുണ്ട്. അയാളോട് വരാൻ പറയൂ. എന്താ കോമൻ നായരെ? എന്നെ ത്രിവിക്രമൻ തമ്പുരാൻ പറഞ്ഞു വിട്ടതാ. കടം വാങ്ങിയ പണം തിരിച്ചു തരാത്തതിനാൽ വേഗം തറവാട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്ന് ഉത്തരവായിരിക്കുന്നു. ഇവിടുന്ന് ഇറങ്ങാനോ? അതെ, പണത്തിന് പകരം തറവാടും തറവാട്ടിന് ചുറ്റുമുള്ള ഭൂമിയുമാണ് തമ്പുരാൻ വേണ്ടതെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. കോമൻ നായർ പോയിക്കോളൂ. എന്റെ ഭർത്താവ് മധുരേന്ന് വരും. ഉടൻ തന്നെ എല്ലാ കണക്കുകളും തീർത്തോളാമെന്ന് ത്രിവിക്രമനോട് പറയൂ. പുറപ്പെട്ടു പോയ ദേവനാരായണൻ തിരികെ വരാം. അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. മധുരയിലെ രാജാവിന്റെ അറപ്പുറ ബാല്യക്കാരിയെ മംഗലം കഴിച്ച് അയാൾ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇല്ല, ഇതെല്ലാം കീഴടത്ത് നമ്പൂതിരി പടച്ചുവിട്ടുണ്ടാക്കുന്ന നുണകളാ. അതാരും വിശ്വസിക്കില്ല. ഈ നാട്ടിലാരും ഇനി ആ കഥ അറിയാനില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, പണം എത്രയും വേഗം കൊടുക്കണം. ത്രിവിക്രമൻ തമ്പുരാനെ അറിയാലോ. ഒരു ദിവസം തീരുമാനിച്ചുറപ്പിച്ച് അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ എതിർക്കുന്നത് കൈയായാലും തലയായാലും അത് വെട്ടിയിട്ട് ഈ തറവാട് സ്വന്തമാക്കും. അതിൽ സംശയമൊന്നും വേണ്ട. തറവാട് വിട്ടിറങ്ങുന്നത് നാണക്കേടായി തോന്നുന്നുണ്ടെങ്കിൽ വല്ല പാതിരാത്രി ഇറങ്ങി പോകണം. അതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകുന്നു. തമ്പുരാട്ടി, അയാൾ എന്തൊക്കെയാ പറയുന്നേ? തലയരിയാൻ വരുമെന്നല്ലേ മാധവ് പറഞ്ഞത്? വന്നോട്ടെ, കൊന്നു തീർക്കട്ടെ. എന്നാലും മരണം വന്ന് വിളിക്കുന്ന നേരത്ത് പോലും എന്റെ തമ്പുരാനെ ഞാൻ സംശയിക്കില്ല. വീണ്ടും എന്റെ ആഭരണങ്ങൾ അപഹരിക്കാനാണോ കാത്തു വെക്കുന്നത്? അല്ല, പിന്നെ ഞാൻ കുട്ടിയോട് മാപ്പ് പറയാൻ കാത്തു നിന്നതാ. ഇതാ ഞാൻ കുട്ടിയിൽ നിന്നും കവർന്ന ആഭരണങ്ങൾ. കള്ളന് മാനസാന്തരം ഉണ്ടാവോ? അതെങ്ങനെ? എന്താണെന്നറിയില്ല. വല്ലാത്തൊരു കുറ്റബോധം. അരുതാത്തത് ചെയ്തു എന്നൊരു തോന്നൽ. ഒരു പെണ്ണിനോടും എനിക്കത് തോന്നിയിട്ടില്ല. കീഴടക്കുന്നതിലായിരുന്നു ലഹരി. അതായിരുന്നു ഇഷ്ടം. മനസ്സിന് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇത് വാങ്ങിക്കൂ. നിന്റെ ആഭരണങ്ങളെല്ലാം ഉണ്ട്. ഈ വഴി എല്ലായ്പ്പോഴും സഞ്ചരിക്കുന്നത് അപകടമാണ്. അതറിയാലോ. പക്ഷെ ഈ വഴിയിലെ ഏറ്റവും വലിയ അപകടമല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ വേറെന്ത് ഭയപ്പെടാനാ? ഞാൻ വേണമെങ്കിൽ വീട് വരെ കൂടെ വരാം. വേണ്ട. ഇനി എപ്പോഴാണ് ഇതിലെ വരിക? എന്തിനാ? കാണാൻ. ആ, അത് നന്നായി. കള്ളൻ കവിയായ പഴയൊരു കഥയുണ്ട്. അതിന്റെ പുനരാവർത്തനാണോ? ഏയ്, അതൊന്നുമല്ല. പക്ഷേ നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ. ഓവോ, അത്രയ്ക്കെങ്ങനെ മനുഷ്യലി ആയോ ഞാൻ? കത്തിമുനിയിൽ നിർത്തി ഒരുപാട് പേരെ കീഴടക്കിയിട്ടുണ്ട് ഞാൻ. കാൽച്ചൂട്ടിലിട്ട് ഞെരിച്ച് ഒരുപാട് പേരെ നിശബ്ദരാക്കിയിട്ടുമുണ്ട്. കരുത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. പക്ഷെ എന്നിട്ടും തോറ്റുപോയിരിക്കണോ അല്ലേ? എന്നല്ല, പക്ഷേ ഇനി എന്നാ ഈ വഴി?
ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതും തിരിച്ചു വരുന്നതും എന്നും ഈ വഴിയാ. അപ്പോഴൊക്കെ കാണുന്നതിൽ ഒരു വിരോധം ഇല്ല. ഇനി ഞാൻ ആരെയും പേടിക്കില്ല. ഇനി എന്റെ രക്ഷയ്ക്ക് ഒരാളുണ്ടാവുമല്ലോ. പോയത് തിരിച്ചു കിട്ടിയെന്ന് ഓർത്ത് സന്തോഷിക്കണ്ട. തിരികെ എടുക്കാനുള്ള തിരിച്ചു തരല. അതറിയാം. പക്ഷേ പശ്ചാത്താപം നല്ലതല്ലേ? പശ്ചാത്താപം നല്ലതാണ്. പക്ഷേ അത് മനസ്സറിഞ്ഞ് ചെയ്യണം. മറിച്ചത് പാപത്തിനുള്ള തുടക്കമാണെങ്കിലോ? പാപത്തിനുള്ള തുടക്കോ? അതെങ്ങനെ? ധനം, അധികാരം, കാമം, മദ്യം, ചൂതുകളി ഇവയെല്ലാം ഉള്ളിടത്താണ് കലിയുഗനാഥനായ കലി വസിക്കുന്നത്. ഇവിടെ ഇപ്പോ ധനത്തിന് ധനമായി, കാമത്തിന് കാമവും. വാസസ്ഥാനം ഉറപ്പിക്കാൻ കലിക്ക് ഇതിൽ കൂടുതൽ എന്തു വേണം? എന്നെ കലിക്ക് കീഴ്പ്പെടുത്താനാവില്ല. കലി കീഴടക്കുകയല്ലോ, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. നളദമയന്തി ചരിത്രം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? നന്മയുടെ വിളനിലമായ നളനിൽ പ്രവേശിക്കാൻ കഴിയാതെ എത്രയോ സംവത്സരങ്ങളാണ് കലി കാത്തിരുന്നത്. പക്ഷേ ഒരേ ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയായിരുന്നു കലിക്ക് പ്രവേശിക്കാനും സർവനാശം വരുത്തുവാനും. മറക്കണ്ട, അത് കഥയല്ലേ? കഥകൾ എവിടുന്നാ ഉണ്ടാകുന്നത്? സംഭവങ്ങളിൽ നിന്നല്ലേ. സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളല്ലേ. യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമല്ലേ. അപ്പോ കഥയും ജീവിതവും തമ്മിൽ എന്താണ് വ്യത്യാസം? പറഞ്ഞു തോൽപ്പിച്ചു. അല്ല, തോൽക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പോന്നു. മംഗളശബ്ദങ്ങൾ കേൾക്കാനില്ല. കാടിൽ കാറ്റനക്കവുമില്ല. വരാൻ പോകുന്ന സംഭവങ്ങളുടെ നിഴലുകൾ നേരത്തെ വീണുകൊണ്ടേയിരിക്കുന്നു. എന്താ സാവിത്രി, ആശ്ചര്യമായിരിക്കുന്നല്ലോ ഈ വരവ്. അത് തമ്പുരാട്ടിയെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. ആവശ്യം പറഞ്ഞു വരുന്നവരെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല പൂത്തറയ്ക്കൽ തറവാട്ടുകാര്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ സാവിത്രിക്ക് അറിയാലോ. തമ്പുരാട്ടി പേടിക്കണ്ട. ധനമോ ധാന്യമോ ചോദിക്കാനല്ല ഞാൻ വന്നത്. ഇവിടുത്തെ അവസ്ഥ എനിക്കും അറിയാലോ. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. മാധവി, സംഭാരം എടുക്കാൻ പറഞ്ഞോളൂ. എന്താ ചോദിക്കാനുള്ളത്? ഈ നാട്ടിൽ അനേകം ഭാഷ അറിയുന്ന ഒരേ ഒരാൾ തമ്പുരാട്ടിയാണ്. താന്ത്രിക വിദ്യകളും ശാസ്ത്രവിദ്യകളും അറിയുന്ന ഒരേ ഒരാൾ തമ്പുരാട്ടി തന്നെയുള്ളൂ. കുഞ്ഞുനാളിൽ ഒരു ആവേശത്തിനെല്ലാം പഠിച്ചു. പക്ഷേ ജീവിതത്തിൽ അത് ഇതുവരെ ഉപകാരപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ട്. എന്റെ കയ്യിലൊരു കുതിരപ്പവനുണ്ട്. അതിലൊരു ചിഹ്നമുണ്ട്. അതെന്താണെന്ന് തമ്പുരാട്ടി നോക്കി പറയണം. അതിനാ ഞാൻ വന്നത്. നോക്കട്ടെ, അറിവുള്ളതാണെങ്കിൽ ഞാൻ നോക്കി പറയാം.